ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബീഫ് റോസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ കുക്കറിലേക്ക് ബീഫെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ചെറിയ സവാള അങ്ങനെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീഫിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെപ്പോഴും ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇറച്ചി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, അപ്പോൾ വെള്ളം കൂടി പോവരുത് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 5 വിസിലിനാണ് ഇവിടെ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കുക്കറിൻ്റെ ഇതിലും വ്യത്യാസം ഉണ്ടാവും. ബീഫിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാം. ഞാനിപ്പോൾ മാറ്റുന്നില്ല, അത്യാവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുക്കരുത്, വെളിച്ചെണ്ണ വേണം കേട്ടോ. ബീഫിന് ടേസ്റ്റ് വെളിച്ചെണ്ണ ആണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മുറിയുടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ വരിക. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 15 ചെറിയുള്ളി ഇതുപോലെ ഞാൻ 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 15 എണ്ണം തന്നെ എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവിലൂടെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബീഫ് മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, പച്ചമണക്ക് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യുക.
ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം കേട്ടോ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ബീഫിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. ഒരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ഒരു തിക്നെസ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് പൊറോട്ടൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.